ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം നിൽക്കുന്നത് ദുബായിലാണ്. അവിടെ നിന്നുള്ള ഒരു ചെറിയ ചിത്രീകരണമാണ്. ദുബായിയുടെ സ്ട്രീറ്റ് ഏരിയയാണ്. ഇത് തിരക്ക് പിടിച്ച ടൗൺ ആണ്. ദുബായ് എന്ന് പറയും. വളരെ അടുക്കും ചിട്ടയോട് കൂടിയുള്ള കെട്ടിടങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അല്പം തന്നെ മാലിന്യം പോലും ഇല്ലാത്ത നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. അവിടുത്തെ ഒരു മസ്ജിദാണ്. ഇവിടുത്തെ ദുബൈ എന്ന ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്താണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പിറകെ ഭാഗത്താണ് ദുബൈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കുന്ന നഗരമാണ് ദുബായ്. മൊത്തവും ആ രീതിയിലുള്ള സംരക്ഷണം നൽകുന്നുണ്ട്. വളരെ ഭംഗിയുള്ള, കാണാൻ തന്നെ ഭയങ്കര രസമായ കെട്ടിടങ്ങളും. ഇത് മസ്ജിദിൻ്റെ മുൻഭാഗമാണ്. ശരിക്കും നോയമ്പ് കാലങ്ങളിൽ ഇവിടെ നല്ല രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നടക്കാറുണ്ട്. ഞാൻ ഇവിടുത്തെ നോയമ്പ് കാലത്ത് ഇവിടെ ഈ വ്രതത്തിൽ ഇവരുടെ കൂടെ പങ്കുചേർന്നിട്ടുണ്ട്. വളരെ ഗംഭീരമായ അനുഭവമാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപാരമായ ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട്. വൈകുന്നേരം 5:30 ശേഷമാണ് പുറത്തിറങ്ങിയത്. എന്നിട്ടും ഹ്യൂമിഡിറ്റി കൂടുതലാണ്. സെപ്റ്റംബർ പകുതിയോളം ഈ കഠിനമായ ചൂടുണ്ടാകുമെന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞാൽ മഞ്ഞുകാലം വരവായി. ഇവിടുത്തെ ഖജൂർ പഴുക്കുന്ന സമയമാണ് ഈ അധികമായി ചൂടുണ്ടാവുന്ന സമയം. ഖജൂർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാരക്ക എന്ന് പറയുന്ന സാധനമാണ് ഖജൂർ. ഈത്തപ്പഴമെന്നും പറയപ്പെടുന്നു. അത് വിളവെടുപ്പിൻ്റെ സമയമാണ്, പഴുത്ത് വിളവെടുക്കുന്ന സമയമാണ്. അപാരമായ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. നടക്കുക തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവിടുത്തെ ദുബായ് ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് പോകുന്നുണ്ട്. അബുദാബി, ഷാർജ, റാസൽ കൈമ, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും പോകുന്നുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് നടക്കുന്ന കിസേഴ്സ് ആ ഭാഗങ്ങളിലേക്കും വണ്ടി പോകുന്നുണ്ട്. ക്രിക്കറ്റ് ഇപ്പോൾ ഉടനെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഡേറ്റ്. അബുദാബി, ദുബായിൽ ഏകദേശം അടുത്തടുത്ത ദിനങ്ങളിലാണ് ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ പരസ്യം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ശാന്തമായ ഒരു ഏരിയയാണ് ഇവിടുത്തത്. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കും. വളരെ വിപുലമായ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതിനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമല്ല. ബസ് യാത്ര ചെയ്ത് മാത്രമേ അതിലേക്ക് പോകാൻ കഴിയുള്ളൂ. താൽക്കാലികമായിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോകൾ പോലെ ചെറിയ വീഡിയോ ചെയ്യാം. ഈ നഗരം നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ട്രാഫിക്കൽ നിയമമൊക്കെ വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. എന്താനുസരണം അവിടെ തന്നെ കാറുകൾ നീങ്ങുന്നു. സീബ്ര ക്രോസിങ്ങിൽ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ ആളുകൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. റെഡ് ലൈറ്റ് കത്തുമ്പോൾ അവിടെ തന്നെ നിൽക്കും. നമ്മുടെ നാട്ടിലാണ് വണ്ടിയുടെ മുമ്പ് കൂടെ എടുത്ത് ചാടാൻ ശ്രമിക്കുന്നത്.
ആൾക്കാരാണ് കുറ്റം പറയല്ല, ബോധമുണ്ടെങ്കിലും അപബോധമാണ് അവർക്ക് കൂടുതലുമായി തോന്നുന്നത്. അനുസരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പലർക്കും തോന്നാറുണ്ട്. അനുസരണ ഉള്ളവരാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടായി തോന്നുന്ന ചിലരോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നല്ല രീതിയിൽ അനുസരിക്കുന്ന പൗരന്മാർ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. ഇവിടെയും വളരെ അനുസരണയുള്ള വിവിധ രാജ്യങ്ങളിലുള്ള പൗരന്മാർ നമുക്ക് കാണാൻ കഴിയും. എല്ലാം കൂടി ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ചെറിയ വീഡിയോയ്ക്ക് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു വിലപ്പെട്ട ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും ബെൽ ബട്ടനും ഒന്ന് അമർത്തുക. കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വീഡിയോകളുമായിട്ട് തിരിച്ചു വരും. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.